السلام عليكم ورحمة الله. قطبي 66. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ميرنا قوله ويمكن أن يجاب أن بأن الليثية في الكبرى ليست قيدا للأوسط بل للحكم فيها. അവിടെ നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ല, അതായത് ഇൽത്തിസാമിയായ ദലാലത്തും തളമ്മുനിയായ ദലാലത്തും. തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും അത് രണ്ടും താബിയാണ്. താബിയാണ് എന്ന ഭാഗത്തിലൂടെ എന്തുണ്ടാവില്ല, മത്ബൂ ഇല്ലാതെ എത്തിക്കപ്പെടില്ല. അപ്പൊ നതീജ എന്ത് വന്ന്, തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും മത്ബൂ ഇല്ലാതെ എത്തിക്കപ്പെടൂല. മത്ബൂ ഏതാണ്? മുതാബഖിയ ദലാലത്ത്. മനസ്സിലായ? അപ്പൊ അവിടെ തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും താബിയാകുക, ഇതാണ് സൂറ. പിന്നെ താബിയാണെന്ന ഭാഗത്തിലൂടെ മത്ബൂ ഇല്ലാതെ എത്തിക്കപ്പെടൂല, അതാണ് ഏത്? പിന്നെ കുബറ. അതിലെ ഹദ്ദൗസത്താണ് ഇപ്പൊ ഏത്? അതായത് താബി എന്നുള്ളത്. താബി ഇനി അവിടെ ചർച്ച ചെയ്യുന്നു. അപ്പൊ നമ്മളവിടെ നേരത്തെ അവര് ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞല്ലോ, ഷാരി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? അതായത് പിന്നെ അന്ന താബിയ ഫി സൂറ, അതായത് സൂറയിലുള്ളതായ താബിയ, ആ താബീനക്ക് ഹൈസിയത്ത് കൊണ്ട് കൈത് ഹൈസിയത്ത് കൊണ്ട് കൈത് കൊടുക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കൂല, അപ്പൊ ശരിയാവൂല. ഇനി വൈകില്ല. ഇനിയിപ്പം പിന്നെ അവളെ പിന്നെ ഏതുകൊണ്ട് കൈത് കൊടുത്തില്ല, അതായത് പിന്നെ ഏതുകൊണ്ട് കൈത് കൊടുത്തില്ല? ഈ ഹൈസിയത്ത് കൊണ്ട്. ഈ നൈസ ഇന്നഹോ താബിയും, താബിയാണ് എന്ന ഭാഗത്തിലൂടെ എന്നുള്ള ഹൈസിയത്ത് അവിടെ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതെ വന്നാലോ അദ്ദൗസത്ത് തഖറുറായി വരൂല. അദ്ദൗസത്ത് തഖറുറായി വന്നാൽ മാത്രമേ നതീജ പുറപ്പെടുവിക്കൂ. അതാണ് ഈത്തിറാദ്. ഈത്തിറാദിന് ഷാരി മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? അതായത് ഉബറയിലുള്ള ഹൈസിയത്ത് എന്നുള്ളത് അദ്ദൗസത്തിലേക്ക് എന്തല്ല, കൈതല്ല. പിന്നെന്താണ്? അവിടെയുള്ള ഹുക്കുമിനിക്കാണെന്ത്? കൈത്. അപ്പൊ ഹുക്കുമിനിക്ക് കൈതാവുമ്പോൾ എന്ത് പ്രശ്നം വരൂല? അദ്ദൗസിന്റെ തക്കറാറാവാതിരിക്കുക എന്നുള്ള പ്രശ്നം ചെയ്യൂല, വരൂല. അതാണ് നമ്മളെ ചർച്ച. ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ന കൗലന, തീർച്ചയായിട്ടും നമ്മുടെ കൗല് മിൻ ഹൈസു ഹുവ താബിയും, അതായത് താബിയാണ് എന്ന ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞതായ കൗല് അത് എവിടെയാണുള്ളത്? ഈ കൗലിന, നമ്മുടെ കൗലിന്. ഏതാ നമ്മളെ കൗല്? വത്താബിയു മിൻ ഹൈസു ഹുവ താബിയുൻ ലാ യൂജദു ബിദൂനിൽ മത്ബൂഇ. മനസ്സിലായില്ലേ? താബിയാണെന്ന ഭാഗത്തിലൂടെ അത് മത്ബൂ ഇല്ലാതെ എന്ത് ചെയ്യൂല, എത്തിക്കപ്പെടൂല. അപ്പൊ താബീനക്ക് താബിയാണ് എന്ന ഭാഗത്തിലൂടെ എന്നുള്ള ഐസിയത്ത് അവിടെ കൊടുത്തു എങ്കിൽ ആ ഐസിയത്ത് കൊടുത്തേരത്തുള്ളതായ താബിയ, ഈ താബിയെ മുതാല്ലിക്കുന്നത് ബന്ധിക്കുന്നതാണ് ബിൽ മയക്കൂംബി കൊണ്ട്. ഇവിടെ മയക്കൂംബി ഏതാണ്? അതായത് ലാ യൂജദു. മനസ്സിലായില്ലേ? അതിന് അതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നെ ഏതാണ്? ലാ യൂജദു ആണ്, എത്തിക്കപ്പെടൂലാന്ന്. മനസ്സിലായില്ലേ? പലാ തൂജദു ഇല്ല മഹ എന്ന് പറഞ്ഞല്ലോ, അതാണ് അവിടെ മയക്കൂംബിഹി. അപ്പൊ ആ മയക്കൂംബിഹിയുമായിട്ട് ബന്ധിച്ചതാണ് ഏത്? മിൻ ഹൈസുഹ താബി എന്നുള്ളത്. അപ്പൊ താബിയാണെന്ന ഭാഗത്തിലൂടെ എന്ത് ചെയ്യൂല, എത്തിക്കപ്പെടൂല. പിന്നെ എന്തല്ല ലാബിൽ മയക്കൂബി അലേഹി,
മഴക്കൂമ് അലേഹിയുമായിട്ട് ബന്ധിച്ചതല്ല. അല്ലതി എങ്ങനത്തെ മഴക്കൂമ് അലേഹിയാണ് താബിയാണല്ലോ, മഴക്കൂമ് അലേഹി താബിയാണല്ലോ. താബീന്റെ മേലില് ഹുക്കം ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മഴക്കൂമ്പി കൊണ്ട് ഹുക്കം ഉറപ്പടിക്കുന്നത്. ലാബി മഴക്കൂമി അലേഹി അല്ലതി എങ്ങനത്തെ മഴക്കൂമ് അലേഹി താബിയ. അങ്ങനെ ആകുമ്പോഴേ അത്തായൽസമ അദമു തക്റാരിൽ ഔസത്തി അദ്ദൗസത്ത് തക്റാറാവാതിരിക്കൽ ലാസിമാവുള്ളൂ. എന്തായില്ലേ, അദ്ദൗസത്ത് എന്താണ്, തക്റാറാവൂലാന്ന്. അങ്ങനെ തക്റാറാവാതിരുന്നാലോ ഫയസീറുൽ കലാമു ഹീനൈദിൻ, ഫയസീറുൽ കലാമു ഹീനൈദിൻ, ഈ സന്ദർഭത്തിൽ കലാമു ആവും. എങ്ങനെയാകും, ആ കഥ ഇപ്രകാരം. എപ്രകാരം, അത്തവമ്മുനു താബിയുൻ വകുല്ലു താബിയിൻ ലാ യൂജദു ബിദൂനി മത്ബൂഇ മിൻ ഹൈസു ഹുവ മതാബിയുൻ യുൻദിജു അന്ന തവമ്മുന ലാ യൂജദു ബിദൂനി മത്ബൂഇ അല്ലദി ഹുവൽ മുതാബഖത്തു മിൻ ഹൈസു ഹുവ താബിയുൻ. പറഞ്ഞില്ലേ, അവർ സത്യത്തിൽ പറഞ്ഞാല് മഴക്കൂമ്പി ആയിട്ടാണ് ബന്ധിക്കുന്നത്, മഴക്കൂമലി ആയിട്ടല്ല ബന്ധിക്കുന്നത്. എന്നാൽ വലാ യഖ്ഫ അലൈക, നിന്റെ മേലിൽ മറഞ്ഞതല്ല. വലാ യഖ്ഫ അലൈക, നിന്റെ മേലിൽ എന്തല്ല, മറഞ്ഞതല്ല. ഇത് സത്യത്തിൽ പറയാനുള്ള കാരണം ഒരു മുഖദ്ദറായ സുആലിലേക്ക് ജവാബാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതാണ് ആ മുഖദ്ദറായ സുആലി എന്ന് പറഞ്ഞാല്, അതായത് എന്ത് ചെയ്യാ, പിന്നെ ഇവിടെ ഷാരിയർ നമ്മളിവിടെ കൊടുത്ത കൈതുണ്ടല്ലോ, മീൻ ഐസുവ താബിന്നുള്ള കൈത്, ഈ കൈത് മഴക്കൂമ്പിക്കുള്ളതായ കൈതാണ് എന്ന് ഷാരി എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതോടുകൂടെ അപ്പൊ അങ്ങനെ അതാവില്ല. അപ്പൊ വേറെ ചോദ്യം, എന്നാൽ നമുക്ക് അവിടെ ചോദിക്കാൻ എന്ത്, മൗലൂയിനക്ക് കൈതായിക്കൂടെ? ഷാരിയന്റെ വിശദീകരണത്തിന് മനസ്സിലാകുന്നത് മൂപ്പര് മനസ്സിലാക്കിയപ്പോ എന്താണ്, മഴക്കൂമ്പിക്കുള്ള കൈതാണെന്ന. എന്നാൽ അത് മഴക്കൂമ്പി അല്ല, മൗലൂയിനക്ക്, മഴക്കൂം അലിയുണ്ടല്ല, മൗലൂയിനക്ക് എന്തായിക്കൂടെ, കൈതായിക്കൂടെ, എനിക്ക് ആ മൗലൂവുമായിട്ട് ബന്ധപ്പെട്ടതായിക്കൂടെ? ഒരു ചോദ്യമാണ്. അതിന് മറുപടിയാണ് നമ്മൾ പറഞ്ഞു, വലായ ഒപ്പാലേക്ക്, നിന്റെ മേലിൽ മറഞ്ഞതല്ല. എന്താണ് മറഞ്ഞതല്ല എന്ന് പറയുന്നത്? ഇന്ന കൈതൽ ഹൈസിയത്ത്, തീർച്ചയായിട്ടും അന്ന കൈതൽ ഹൈസിയത്ത്, തീർച്ചയായും ഹൈസിയത്ത് എന്നുള്ള കൈത് എവിടെ, ഇതിൽ കുബറയിൽ താവിയോ മിന്നൈസ് ഇന്നോ താവിയോ എന്ന് അറിഞ്ഞില്ല. ആ പറഞ്ഞ കുബറയിലുള്ളതായ ഹൈസിയത്ത് എന്നുള്ള കൈത് ലാ യജൂസു, ജായിസല്ല. ഐ യക്കൂന, ആ പറഞ്ഞതായ കൈത് ആവര് തെസിമ്മത്തല്ലിൽ മഴക്കൂമി അലേഹി, മഴക്കൂമ് അലേഹിക്ക് എന്താകുക, പൂർത്തീകരിക്കാൻ വേണ്ടി വരിക. മഴക്കൂമലിയെ താപിയ, മഴക്കൂമലിയെ പൂർത്തിയാക്കാൻ, അതിനെ താമാക്കാനുള്ളതായ ഒന്നാക്കൽ എന്താവൂല, ജായിസാവൂല. മനസ്സിലായില്ലേ? കുബറയിലുള്ളതായ ഹൈസിയത്ത് ഒരിക്കലും മഴക്കൂമ് അലേഹിക്ക് എന്താവാൻ പറ്റൂല, തെത്തിമ്പത്താന്ന് വെക്കാൻ പറ്റൂല. മഴക്കൂമലി മനസ്സിലായില്ല? മഴക്കൂമലി എന്ന് പറഞ്ഞാല് താബി, അതാണ് മഴക്കൂമലി. കാരണം താബീന്റെ മേലെ ഇപ്പൊ ഉക്കും വരുന്നത്. എന്നൊരു കാര്യം പറയാണെന്ത്, ഈ അന്നക്ക, തീർച്ചയായിട്ടും താങ്കൾ, ഇതാ കുൽത്ത, താങ്കൾ പറഞ്ഞാല് അത്താബിയു മിൻ ഹൈസു ഹുവ താബിയു, ഒരു താബിയാണെന്ന ഭാഗത്തിലൂടെ ലാ യൂജദു ബിദൂനി മത്ബൂഇ, മത്ബൂ ഇല്ലാതെ എത്തിക്കപ്പെടൂല എന്നെങ്ങാനും പറയുകയാണെങ്കിൽ, അങ്ങനെ താബിയാണെന്ന ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ മത്ബൂ ഇല്ലാതെ ഉണ്ടാവൂല. അതോടുകൂടെ അങ്ങനെ നീ ആക്കുകയും ചെയ്തു, കൗലക്ക നിന്റെ വാക്കിന്, മിൻ ഹൈസു ഹുവ താബിയുൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അത്താബിയു മിൻ ഹൈസു ഹുവ താബിയുൻ. ആ മിൻ ഹൈസു ഹുവ താബിയുൻ എന്ന് പറഞ്ഞതിനെ എന്താക്കി, മുതഅല്ലിഖൻ ബി താബി, മഴക്കൂമലി അവൻ താബിയില്ലേ, ആ താബിയുമായി ബന്ധപ്പെടുത്തി. ആ താബിയുമായിട്ട് എന്ത് ചെയ്ത് ബന്ധപ്പെടുത്തി,
അപ്പൊ അവിടെ ചിന്തിക്കണം വൈ നിറത്ത. ഇങ്ങനെ ഇനി ചെയ്യുമ്പോ ഇപ്പൊ താബിയെ എങ്ങനെ പറഞ്ഞു, താബിയാണെന്ന ഭാഗത്തിലൂടെ മത്തുബു ഇല്ലാതെ ഉണ്ടാവില്ല. അതോടൊപ്പം മിന്നൈസുവ താബിയും എന്ന് പറയുന്നത് അത് താബിയുമായിട്ട് മഹ്കൂം അലിയാവുന്ന താബി, ആ താബിയുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചാൽ അപ്പൊ ഞാൻ ചെറിയ ചോദ്യം, വൈ നിറത്ത നീ ഉദ്ദേശിച്ചാല് ബി താബി, താബിയെ കൊണ്ട് നീ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? വൈനറത്ത ബി താബി, താബിയെ കൊണ്ട് നീ ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശിച്ചത്? മിൻ ഹൈസുവ താബിയുൻ, താബിയാണെന്ന ഭാഗത്തിലൂടെ നീ ഉദ്ദേശിച്ചാൽ. അങ്ങനെ ഒരു താബിയാണ് എന്ന ഐസിയത്തിലൂടെ, താബീനിക്കുള്ളൊരു ഐസിയത്ത് ഉണ്ടാവുമല്ലോ, താബീനിക്ക് ആ തബഈയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഐസിയത്ത്, ആ ഐസിയത്തിലൂടെ മനസ്സിലായില്ല, ആ ഐസിയത്തിലൂടെയാണ് താബീനെ നീ പിന്നെ വിലയിരുത്തുന്നതെങ്കിൽ, അങ്ങനെ നീ വിലയിരുത്തുന്നതെങ്കിൽ അപ്പൊ എന്താവും? മഫ്ഹൂമു താബി. അപ്പൊ താബിന്റെ മഫ്ഹൂം എങ്ങനെ പറയേണ്ടി വരും? മനസ്സിലായ? ഫൈനറത്ത ബിത്താബി, താബിയെ കൊണ്ട് നീ ഉദ്ദേശിച്ചു. മിൻ ഹൈസുവ താബിയും എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? എന്താണ് ഉദ്ദേശിച്ചത്? മഫ്ഹൂമ താബി, താബിന്റെ മഫ്ഹൂം. അപ്പൊ താബിയാണെന്ന ഭാഗത്തിലൂടെ നോക്കുമ്പോ താബിന്റെ മഫ്ഹൂമിലേക്ക് ഇറങ്ങിച്ചില്ല. താബീനിക്ക് തബഈയത്തിന്റെ അടിസ്ഥാനത്തിൽ മഫ്ഹൂം ഉണ്ടാവുമല്ലോ, അതിലേക്ക് നോക്കിയിട്ടാണല്ലോ മത്ബൂമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അല്ലാതെ താബീനെ മുസ്തഖില്ലായ രൂപത്തിലല്ല. എന്തായ? അപ്പൊ താബീന്റെ മഫ്ഹൂമിനെ, താബി കൊണ്ട് താബീന്റെ മഫ്ഹൂമിനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പൊ കാനൽ മാന, അപ്പൊ അവിടെ മാന എങ്ങനെ വരേണ്ടി വരും? അന്ന മഫ്ഹൂമ താബി, താബീന്റെ മഫ്ഹൂമ് ലാ യൂജദു ബിദൂനി മത്ബൂഇ, മത്ബൂ ഇല്ലാതെ ഏതുണ്ടാവൂല? താബീന്റെ മഫ്ഹൂം ഉണ്ടാവൂല. മത്ബൂ ഇല്ലാതെ ഏതുണ്ടാവൂല? താബി ഉണ്ടാവൂല. ശരിയാവോ? ശരിയാവൂല. കവിയെ കുല്ലിയായിട്ട് വരായക്കൂന്ന് കവിയത്തു, അപ്പൊ കവിയാവൂല, കുല്ലിയാവൂല. തബഈയാവും. തബഈയായ കവിയാവുമ്പോ നമ്മളിവിടെ ദലീലിനും ഇസ്തിദ്ലാലിനും പറ്റൂല. ഫലായസിഹു കുബറല്ലി ശക്ലിൽ അവ്വലി, ഒന്നാമത്തെ ശക്ലിനിക്ക് കുബറയാവാനും പറ്റൂല. മനസ്സിലായില്ലേ? ഒന്നാമത്തെ ശക്ലിനിക്ക് കുബറയാവാനും എന്ത് ചെയ്യൂല? പറ്റത് ഒന്നാമത്തെ ശക്ലിൽ പെട്ടതാണല്ലോ. നമ്മൾ പറഞ്ഞ ഈ കിയാസ് ഉണ്ടല്ലോ, ഈ കിയാസ് ഒന്നാമത്തെ ശക്ലിൽ പെട്ടതാണ്. കാരണം അദ്ദൗസത്ത് മയക്കൂ, പിന്നെ സൂറയില് മയക്കും ബിരിയായിട്ടും കുബറയില് മയക്കും അരിയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല ലാ യകൂനു ലഹ, ഈ കവിയക്ക് ഉണ്ടാകൂല ഒരു മാനൻ മുഹസ്വല്, ഒരു ഹാസിലായ ഒരു മാന അതിനക്ക് ഉണ്ടാകുന്നില്ല, എന്നല്ലേ? അപ്പൊ അതങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റൂല. അപ്പൊ താബി എന്ന് പറഞ്ഞത് കൊണ്ട് താബീന്റെ മഫ്ഹൂം ഉദ്ദേശമില്ല. അപ്പൊ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ ഇനി വേറെ ചോദ്യം, ഇനി വൈനറത്ത ബിഹി, ഇനി താബിയെ കൊണ്ട് നീ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? അങ്ങനെ വൈൻ അറത്ത ബി താബി, ഈ താബിയെ കൊണ്ട് നീ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? എന്ത് ഉദ്ദേശിച്ചത്? താബീന്റെ ദാത്തിനെ ഉദ്ദേശിച്ചു. അതാ വരാൻ പോണത്. തഅലീല ഇത്തിസാഫി ദാത്തി താബി, താബീന്റെ ദാത്ത് വസ്തു സിദ്ധിക്കന്നെ. എന്തായാലും താബീന്റെ ദാത്ത് വസ്തു സിദ്ധിക്കന്നെ. എങ്ങനെ? ബി വസ്ഫി തബഈയത്തി, തബഈയത്തിന്റെ വസ്ഫിന്റെ അടിസ്ഥാനത്തിൽ. തബഈയത്തിനിക്ക് വസ്ഫ് അറിയാം. ഏതുകൊണ്ടാണ് വസ്ഫ് പറയുന്നത്? ബി ആദിഹിൽ ഐസിയത്തി, ഈ പറയപ്പെട്ട ഐസിയത്ത് കൊണ്ടിട്ട്. ഈ പറയപ്പെട്ട ഐസിയത്ത് മിൻ ഐസു ഇന്നഹു താബിയുൻ എന്ന് പറഞ്ഞ ഐസിയത്ത് ഉണ്ടല്ലോ, ആ പറയപ്പെട്ട ഐസിയത്ത് കൊണ്ട് തബഈയത്തിനിക്ക് ഉള്ള വസ്ഫ് കൊണ്ടിട്ട് എന്ത് ചെയ്ത് എന്റെ താബീന്റെ ദാത്ത് വസ്ഫ് സിദ്ധിക്കുക. മനസ്സിലായില്ലേ? താബീന്റെ ദാത്ത് തബഈയത്തിന്റെ വസ്ഫ് കൊണ്ട് വസ്ഫ് സിദ്ധിക്കുക എന്നാണ് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ അത് തഖീദഹു, എങ്കിൽ താബീന്റെ ദാത്തിനിക്ക് കൈത് കൊടുക്കുക. ഏതുകൊണ്ട്? ബിഹാ, ഈ പറയപ്പെട്ട ഐസിയത്ത് കൊണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ കാന തഅലീല. മനസ്സിലായില്ലേ? അപ്പൊ ആ കലാം സത്യത്തിൽ ഏതായിട്ട് വരും? ഒരു തഅലീലായിട്ട് വരാം.
തൈലീലാണ് ഒരു വിഷയത്തിന് കാരണം പറയാണ് എന്ന് പറയേണ്ടി വരും. അവര് കിയാസായിട്ട് പരിഗണിക്കപ്പെടാൻ പറ്റൂല. ഏത് ദലീല്? ഒരു ഷെയ്ഇനിക്ക് കൈത് കൊടുക്കുക എന്ന് പറഞ്ഞത് ബിനഫ്സി, അതിന് നെഫ്സ് കൊണ്ട് തന്നെ കൈത് കൊടുക്കലാകുന്നത്. ഇപ്പൊ താബീനക്ക് താബി കൊണ്ട് കൈത് കൊടുത്തില്ല. അപ്പൊ അതടിസ്ഥാനത്തിൽ അതായത് ഒരു ഷെയ്ഇനിക്ക് നെഫ്സ് കൊണ്ട് കൈത് കൊടുക്കുക എന്ന് പറഞ്ഞ വിഷയം അതും പാടില്ല, അതും ശരിയല്ല. അപ്പൊ ഈ ഐസിയത്ത് താബിയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റില്ല. അവന് എന്താ മാർഗം? അപനിജമായി അന്നല്ല ഐസിയത്ത ഈ മിന്നൈസുവന്നോ താബീൻ എന്ന് പറഞ്ഞ ഈ ഐസിയത്ത് മുത്താലിഖുതുംബി മഴക്കൂംബിഹി, മഴക്കൂംബിയായിട്ട് ബന്ധപ്പെട്ട മഴക്കൂംബി അത് ലാ യൂജദ് ഇല്ലാബി മത്ബൂഇ എന്ന് പറഞ്ഞില്ലേ, ലാ യൂജദ് ഇല്ലാബി മത്ബൂഇ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അപ്പൊ എന്താ വേണം? അപ്പൊ ഈ പറയപ്പെട്ട ഐസിയത്തിനെ മഴക്കൂംബിഹിനോട് ബന്ധിപ്പിക്കണം. അപ്പൊ മഴക്കൂംബിയോട് ബന്ധിപ്പിച്ചാൽ ഇങ്ങനെ വരാം. മയക്കൂനുൽ മഅന എന്താ? എങ്ങനാവും മഅന? അന്ന കുല്ല താബി, എല്ലാ ഓരോ താബിയും ലാ യൂജദ് ബിദൂനി മത്ബൂഇ, മത്ബൂഇ ഇല്ലാതെ ഉണ്ടാവില്ല. ഏതടിസ്ഥാനത്തില്? മൗസൂഫൻ ബി തബഇയ്യത്തി, തബഇയ്യത്ത് കൊണ്ട് വസ്ഫ് പറയപ്പെടാൻ അടിസ്ഥാനത്തിൽ. ഏത്? ഇത് ആയിക്കൽ മത്ബൂഇ, ആ മത്ബൂഇനക്ക്. അപ്പൊ ആ മത്ബൂഇനക്ക് തബഇയ്യത്ത് കൊണ്ട് വസ്ഫ് പറയപ്പെടാന്നുള്ള അടിസ്ഥാനത്തിൽ മത്ബൂഇ ഇല്ലാതെ ഒരിക്കലും ഏതുണ്ടാവില്ല? താബി ഉണ്ടാവില്ല. മത്ബൂഇ ഇല്ലാതെ ഒരിക്കലും താബി ഉണ്ടാവില്ല. കാരണം താബീന്റെ മഹലിലാണല്ലോ മത്ബൂഇ, അല്ലേ? അപ്പൊ അങ്ങനെ വെക്കുമ്പോ വേറെ ചെറിയൊരു സംശയം. ഫലാ യരിദു അത്താബിഉൽ അഅമ്മു, ഫലാ യരിദു താബിഉൽ അഅമ്മു. അപ്പൊ അമ്മായ താബിഇ എന്നുള്ളതായ ഒരു ഇത്തിറാദ് അവിടെ ഇല്ല. അതൊരു ഇത്തിറാദാണ്. അതായത് അമ്മായ താബിഇ ഇപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാൽ കുബറ കുല്ലിയാകുക എന്ന് പറഞ്ഞില്ല. താബീനോട് ചേരുന്ന അമ്മായ താബീനോട് ചേരുന്ന പിന്നെ കുബറ, ആ കുബറ എന്തായിട്ട് വരിക? കുല്ലിയായിട്ട് വരിക. ആ കുല്ലിയായി വരിക എന്നതിന്റെ മേല് ഉള്ളതായ മൻഇ ഇവിടെ വരൂല. അതാണ് ഫലാ താബിഉൽ അഅമ്മു. എന്താണ് വരൂല എന്ന് പറയാനുള്ള കാരണം? ഫഇന്നഹു, ഇപ്പൊ നമ്മൾ വരൂല എന്ന് പറഞ്ഞില്ല. അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ആമായ താബിയായിട്ട് നമ്മൾ കണക്കാക്കാം. ഏത്? ഹറാറത്ത്. ഒരു ഉദാഹരണം പറയാം. ഈ ഹറാറത്ത് എന്നുള്ളത് ആമായ താബിയ. ഈ ഹറാറത്ത് എന്നുള്ള ആമായ താബിയെ അത് നാറിനോട് താബിയ, നാറിനോട് താബിയാണല്ലോ ഹറാറത്ത്. പക്ഷേ അപ്പൊ അതടിസ്ഥാനം ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ഹറാറത്ത് മത്ബൂഇ ഇല്ലാതെ ഉണ്ടാവും. അപ്പൊ ഞാറില്ലാതെ ഒരിക്കലും ഏതുണ്ടാവില്ല? ഹറാറത്ത് ഉണ്ടാവില്ല. തബയ്യത്തിന്റെ അടിസ്ഥാനത്തില് വസ്ഫ് പറയപ്പെടുകയാണെങ്കിൽ അപ്പൊ ഈ പറയപ്പെട്ടതായ ഹറാറത്ത് നാരിനിക്കുള്ള ഹറാറത്താണ് എന്ന് ഐസിയത്തോടെ കൊടുക്കണം. എന്നാ പ്രശ്നം വരൂല അവിടെ. അതാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്? ഫഇന്നഹു ലാ യൂജദു ബിദൂനി മത്ബൂഇ മൗസൂഫൻ ബിത്തബഇയ്യതിലഹു. അവിടെ വിഷയമുള്ളത് എങ്ങനെ? ഫഇന്നഹു തീർച്ചയായിട്ടും കാര്യം ലാ യൂജദു താബീന് എത്തിക്കപ്പെടുകയില്ല ബിദൂനി മത്ബൂഇ, മത്ബൂഇ ഇല്ലാതെ. ഏത് മത്ബൂഇ? മൗസൂഫൻ ബിത്തബഇയ്യതിലഹു, തബഇയ്യത്ത് കൊണ്ട് അതിനിക്ക് വസ്ഫ് പറയപ്പെട്ടിട്ടുണ്ട്. ഏത്? ഈ മത്ബൂഇനക്ക്, ഈ മത്ബൂഇനക്ക് തബഇയ്യത്ത് കൊണ്ട് വസ്ഫ് പറയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഹറാറത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹറാറത്ത് എന്ന് പറയുന്നത് നാരിനിക്കുള്ള ഹറാറത്ത്. അല്ലാതെ ഹറാറത്ത് പല രൂപത്തിൽ ഹറാറത്ത് ഉണ്ടാവാം. നാരിനിക്ക് ഹറാറത്ത് ഉണ്ടാവും, അല്ലാത്ത രൂപത്തിൽ എന്തായും കാലാവസ്ഥക്ക് ഹറാറത്ത് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ ഹറാറത്ത് നാരിനിക്കുള്ള ഹറാറത്ത്. പക്ഷേ ലാഖിൻ എങ്കിലും മാതക്കറഹു ഷാരിഹു, ഇവിടെ ഷാരി പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ്? ഷാരിയെ പറഞ്ഞ ഒരു വിഷയം ഉണ്ട്. ലാക്കിൻ എങ്കിലും എത്തജീവ് പ്രബലമാവും ഹീനയിലിൻ, ഈ സാഹചര്യത്തിൽ. ഏതായത്
അതായത് ഈ പറയപ്പെട്ട മിന്നൈസ് ഇന്നഹു താബിയുൻ എന്നുള്ളതിന് മയക്കൂം ബിഹിക്കുള്ളതായ കൈതായി കൊടുക്കുമ്പം മയക്കൂം ബിഹിക്ക് ഏതായി കൊടുക്കുമ്പം കൈതായി കൊടുക്കുമ്പം പ്രബലമാകും. ഏത് മതക്കറു ഷാരിയും ഷാരി പറഞ്ഞ വിഷയം. എന്താ ഷാരി പറഞ്ഞ വിഷയം? മിന്നല്ലാദ്യമിന ദലീലിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ നെയ്തിൻ നമ്മൾ പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തില് ഐതിഹ്യത്ത് എന്നുള്ളത് മയക്കും ബിഹിക്ക് കൈതായി വരുമ്പോ എന്താവുക? അപ്പൊ അവിടെ ലാസിമ് അപ്പൊ ദലീലിൽ നിന്ന് ലാസിമാകുന്ന വിഷയം എന്തായിട്ടാ വരിക? അന്ന തളമ്മുന വൽ ഇൽത്തിസാമ ലാ യുജദാനി ബിദൂനി മുസാബഖത്തി. കണ്ട, ഇൽത്തിസാമിയ ദലാലത്തും തളമ്മുനിയ ദലാലത്തും ലാ യുജദാനി അവ രണ്ടും എത്തിക്കപ്പെടുകയില്ല ബിദൂനി മുസാബഖത്തി മുതാബഖിയായ ദലാലത്തില്ലാതെ. എങ്ങനെ മുതാബഖിയായ ദലാലത്ത്, എങ്ങനെ ഇൽത്തിസാമിയായ ദലാലത്തും തളമ്മുനിയ ദലാലത്തുമാണ് എങ്ങനെ മൗസൂഫൈനി അവ രണ്ടിനും വസ്ഫ് പറയപ്പെട്ടതായ തബയ്യത്തിന്റെ സിഫത്ത് കൊണ്ട്. ഏതിനൊക്കെ തബയ്യത്താവുക? മുതാബഖത്തിന്. മനസ്സിലായില്ല? അപ്പൊ മുതാബഖത്തിനൊക്കെ താബിയായി വരുന്നതായ ഇൽത്തിസാമിയായ ദലാലത്തും തളമ്മുനിയ ദലാലത്തും. അപ്പൊ ആ വസ്ഫിന്റെ മൗസൂഫിയത്തിന്റെ അടിസ്ഥാനത്തില് ഇൽത്തിസാമിയ ദലാലത്തും തളമ്മുനിയ ദലാലത്തും അതായത് മുതാബഖിയ ദലാലത്തില്ലാതെ ഉണ്ടാവില്ല എന്ന് പറയാം. എന്നാൽ വൽ മഖ്സൂദ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അന്നഹുമ തീർച്ചയായിട്ടും തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും ലാ യൂജദാനിയ രണ്ടും എത്തിക്കപ്പെടില്ല. എങ്ങനെ? ബിദൂനിഹാ ഏതില്ലാതെ? ഇപ്പൊ നമ്മളിപ്പോ ഈ പറയപ്പെട്ട മുസാബഖിയ ദലാലത്തില്ലാതെ എങ്കിൽ വമിൻഹും അവരിൽപ്പെട്ടവരാണ്. മനസ്സിലായില്ലേ? അതായത് പിന്നെ മുഹക്കിക്ക് തഫ്താസാനിയാണ് ഷാരിന്റെ ആ എത്തിറാദിന് അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആര് പറയുന്നത്? നമ്മളെ പിന്നെ മുഹക്കിക്ക് തഫ്താസാനി വിശദീകരിക്കുന്നത്. ഓമിന്നും അവരിൽപ്പെട്ടവരാണ് മനസ്സിലെ ആളുകൾ. കാല അവര് പറയും സിഫത്ത് തബയ്യത്ത്, ഈ തബയ്യത്ത് എന്നുള്ള സിഫത്ത് അവിടെ നമ്മളില്ലേ തബയ്യത്ത് സിഫത്താകുക. അത് തബയ്യത്ത് എന്നുള്ള സിഫത്ത് ലാസിമത്തും ലാസിമാണ്. ഈ മായ്യത്തെ ഈ തളമ്മുനി പോലെ എത്തിസാണ്. അത് ശരിയാണ്. തലമുനിയ ദലാലത്തിന്റെയും ഇൽത്തിസാമിയ ദലാലത്തിന്റെയും മായ്യത്തിനക്ക് ഏത് പിന്നെ നിർബന്ധമായ കാര്യമാണ് തബയ്യത്ത്. കാരണം താബിയാണ്. തലമുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും ഏതാണ്? അത് താബിയാണ്, ലാസിമാണ്. എങ്കിൽ ഫൈദാലം യൂജദാ ഇനി എന്തുണ്ടായില്ല? ഫൈദാലം യൂജദാന്നല്ലേ? അതെ, ഫൈദാലം യൂജദ. അവര് ഇനി നമ്മൾ എന്ത് ചെയ്ത്? തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും എത്തിക്കപ്പെട്ടില്ല. ബിദൂനി ആദിയ സിഫത്ത്, ഈ സിഫത്തില്ലാതെ എത്തിക്കപ്പെട്ടില്ല. തളമ്മുനിയ ദലാലത്തിൽ എത്തിയുണ്ട്, അതേപോലെ ഇൽത്തിസാമിയ ദലാലത്തുണ്ട്. മനസ്സിലായില്ല? എന്നാൽ ആ ഇൽത്തിസാമിയ ദലാലത്തിനും തളമ്മുനിയ ദലാലത്തിനും ഈ സിഫത്തോടു കൂടി അല്ലാതെ അതിനെത്തിക്കപ്പെട്ടില്ല. ഈ സിഫത്ത് താബിയാവുക എന്നുള്ള സിഫത്ത്, താബിയാവുക എന്നുള്ള സിഫത്തല്ലാത്ത രൂപത്തിൽ തളമ്മുനിയ ദലാലത്ത് ഇൽത്തിസാമിയ ദലാലത്തും വന്നു. അങ്ങനെയാണെങ്കിലോ ലം യൂജദാ മുത്തലഖ. മനസ്സിലായില്ലേ? ലം യൂജദാ മുത്തലഖ. അവ രണ്ടും മുത്തലഖായിട്ട് എന്ത് ചെയ്യൂല? മനസ്സിലായില്ലേ? മുത്തലഖായ രൂപത്തിൽ. അതെങ്ങനെ? താബിയാണെന്ന ഭാഗത്തിലൂടെ ആയാലും വേണ്ടില്ല, അല്ലാത്ത രൂപത്തിലായാലും വേണ്ടില്ല. അതായത് ആ ഇസ്ലാമിയ ദലാലത്തിനെയും തളമ്മുനിയ ദലാലത്തിനെയും എന്ത് ചെയ്യൂല? എങ്കിൽ ആദിഹിൽ കവിയത്ത്, ഈ പറയപ്പെട്ടതായ കവിയ അതിൽ മുഖയ്യതത്വം ഇവിടെ കൈത് കൊടുക്കപ്പെട്ട ഈ കവിയ മൽസൂമത്തുന്റെ കവിയത്തിൽ മുത്തലഖത്തി, മുത്തലഖായ കവിയക്ക് അത് മൽസൂമായി വരും. മുത്തലഖായ കവിയക്ക് എന്താണ്? മുത്തലഖായ കവിയക്ക് മനസ്സിലായില്ലേ? മുത്തലഖായ കവിയ. അവൻ മുത്തലഖായ കവിയക്ക്
പിന്നെ മുത്തലക്കായ കതിയക്ക് എന്തായി തീരും? അത് മജ്സൂമാവും. നമ്മളിപ്പോ ഈ പറയപ്പെട്ട കൈത് കൊടുക്കപ്പെട്ടതായ കതിയ, ഈ കൈത് കൊടുക്കപ്പെട്ട കതിയ മുത്തലക്കായ കതിയക്ക് കൈതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഔല അവ ഏറ്റവും നല്ലത് മുത്തലക്ക് കൈതില്ലാതെ പറയാന്ന്. അതാണ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ ഇന്നൈസ് ഇന്ന ഊഹ താബി എന്ന് പറയുമ്പോഴല്ലേ അതും പിന്നെ മുക്കയ്യതാകുന്നത്. ആ കൈതില്ല. പിന്നെയോ താബി മത്തുബൂ ഇല്ലാതെ ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് വല്ലൗല ഏറ്റവും നല്ലത്, വല്ലൗല അവ ഏറ്റവും നല്ലത്. ഇതിപ്പോ വേറെ ഒരു ദലീല് പറയാണ്. ഏതിനൊക്കെയുള്ള തളമുനിയ ദലാലത്തും ഇസ്തിൽസാമിയ ദലാലത്തും മുതാബക്കിയായ ദലാലത്തിനെ ലാസിമാക്കാനുള്ളതായ വേറെ ഒരു ദലീൽ എന്ത് ചെയ്യാണ് പറയാണ്. പിന്നിപ്പോ അത് ഔലാന്ന് പറയാനുള്ള കാരണം എന്താ? അയ്യോ, മുമ്പ് പറഞ്ഞ ദലീലിനേക്കാളും ഏറ്റവും ഉത്തമമായ ദലീലാണ്. വ്യക്തമായ അതാണ് വല്ലൗലാബ് ഏറ്റവും നല്ലത്. ഈ ബയാനി ഇസ്തിൽസാമിഹിമ, ഈ തളമുനിയ ദലാലത്തും ഇൽതിസാമിയായ ദലാലത്തും ലാസിമാക്കുന്നതിനെ ബയാൻ ചെയ്യുന്നതിൽ ഉണ്ട്. ബയാൻ ചെയ്യുന്നതില് എന്താണ്? അയ്യുക്കാല പറയപ്പെടാം. എന്താ പറഞ്ഞത്? എങ്ങനെ അറിഞ്ഞാൽ മതിന്ന്? എങ്ങനെ അറിഞ്ഞാൽ മതി? ഹുമാ യസ്തൽസിമാനിൽ വദ്ആ, ഹുമാ ഏത്? ഈ ഇൽതിസാമിയ ദലാലത്തും തളമുനിയ ദലാലത്തും യസ്തൽസിമാനിൽ വദ്ആ, അത് വളിഇനെ നിർബന്ധമാക്കും. വളിഇനെ നിർബന്ധമാക്കും. എങ്ങനത്തെ വദ്ആണ്? അൽ മുസ്തൽസിമലിൽ മുതാബഖത്ത്, മുതാബഖത്തിനെ ലാസിമാക്കുന്ന, മുതാബഖത്തിനെ ലാസിമാക്കുന്ന വളിഇനെ ഏത് നിർബന്ധമാക്കുന്നതാണ്? ഈ തളമുനിയ ദലാലത്തും ഇൽതിസാമിയ ദലാലത്തും നിർബന്ധമാക്കും. മനസ്സിലായില്ലേ? തളമുനിയ ദലാലത്തും ഇൽതിസാമിയ ദലാലത്തും മുതാബഖത്തിനെ ലാസിമാക്കുന്ന വള്, മുതാബഖത്തിനെ ലാസിമാക്കുന്ന വള് എന്ന് പറഞ്ഞാൽ ഈ തളമുനിയ ദലാലത്തിനെയും ഇൽതിസാമിയായ ദലാലത്തിനെയും വള് ചെയ്തത് തന്നെ ഏത് രൂപത്തിലാണ്? മുതാബഖിയ ദലാലത്തെ ലാസിമാക്കുന്ന രൂപത്തിലാണ്. അപ്പൊ ലോകത്ത് തളമുനിയായ ദലാലത്തും ഇസ്തിൽസാമിയായ ദലാലത്തും വന്നോ? അത് ഖാരിജിൽ മൗജൂദാണോ? അപ്പൊ മുതാബഖിയ ദലാലത്തെ ലാസിമാക്കും. പിന്നെ പറ കൈതൊന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ അവിടെ കൈതുണ്ടെന്നോ കൈതില്ലാന്നോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സായി മീർ എന്ത് പറഞ്ഞത്? വല്ലൗല എന്ന് പറയാൻ തന്നെ കാരണം ഈ ദലീൽ ഏറ്റവും നല്ല ദലീലാന്ന് പറയാനുള്ള കാരണം. അങ്ങനെ നോക്കുമ്പോ അപ്പൊ ഈ തലമുനിയായ ദലാലത്തും ഇൽതിസാമിയ ദലാലത്തും മുതാബഖിയ ദലാലത്തിനെ ലാസിമാക്കും. എങ്ങനെ ലാസിമാക്കും? ഉറപ്പായിട്ടും ലാസിമാക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ബയാനുകളിൽ നിന്നൊക്കെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം എന്താണ്? അതായത് തളമുനിയായ ദലാലത്തും ഇസ്തിൽസാമിയായ ദലാലത്തിനക്ക് മിന്നൈസുവ താബിയും എന്ന് താബി കൈത് കൊടുക്കാതെ തന്നെ ഇസ്തിമാൽ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താണ്? ഒരു തളമുനിയായ ദലാലത്തിനെയും ഇസ്തിൽസാമിയായ ദലാലത്തിനെയും അത് വള് ചെയ്യുന്നത് തന്നെ, അതിനിവിടെ അതിവിടെ ഉണ്ടാകുന്നത് തന്നെ ഏതടിസ്ഥാനത്തിലാണ്? ഈ പറയപ്പെട്ട മുതാബഖിയ ദലാലത്തെ ലാസിമാക്കുന്ന രൂപത്തിലാണ്. കാരണം മൽസൂമില്ലാതെ ലാസിമ ഉണ്ടാവില്ലല്ലോ. മൽസൂമില്ലാതെ ഒരിക്കലും ഏതുണ്ടാവില്ല, ലാസിമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മുതാബഖിയായ ദലാലത്തും ഇൽതിസാമിയായ ദലാലത്തും മനസ്സിലായില്ലേ? തളമുനിയായ ദലാലത്തും ഇൽതിസാമിയായ ദലാലത്തും അതിന്റെ വളി തന്നെ ഏത് ലാസിമാക്കുന്ന രൂപത്തിലാണ്? മുതാബഖിയ ദലാലത്തെ ലാസിമാക്കുന്ന രൂപത്തിലാണ്. അപ്പം വളയിൽ തന്നെ മുതാബഖിയ ദലാലത്തിനെയും
അല്ല മുതാബക്കിയ ദലാലത്ത് ആദ്യമാക്കുന്ന രൂപത്തിലാന്ന് പറയുമ്പോ ഇനിയിപ്പുറം പിന്നെ ഇത് ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ. അപ്പൊ കൈദില്ലാതെ വന്നില്ലേ? അപ്പൊ കൈദില്ലാതെ വന്നു, അതോടുകൂടെ നമുക്ക് നത്തീജ കിട്ടും ചെയ്ത്. എന്താ തലമുനിയ ദലാലത്തും പിന്നെ ഇൽത്തിസാമിയ ദലാലത്തും മുതാബക്കിയ ദലാലത്തും ഇല്ലാതെ ഉണ്ടാവൂലെന്ന് ബെറ്ററായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മീർ പറഞ്ഞത് വൽ ഔല, ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ള അൽഹംദുലില്ലാഹ്. വല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും.